ൊന്നുമില്ല, ഭർത്താവിനെ വിളിക്കാനൊന്നുമില്ല. ജീവിതത്തിൽ ഇതൊരു ജീവിത ശൈലി എന്നൊക്കെ പറയുക. നമുക്കറിയാം, ചിലപ്പോൾ കുടുംബങ്ങളിലൊക്കെ എന്തോ ഒരു സംശയമാണ്. ചില ആണുങ്ങൾക്ക് ഭാര്യയെ സംശയം, ചില പെണ്ണുങ്ങൾക്ക് കെട്ടിയവനെ സംശയം. ഈ സംശയമൊക്കെ വരുന്നത് ഈ ഒളിച്ചും മറിച്ചും പോകുന്നതുകൊണ്ടല്ലേ. മഹിളാ സമാജത്തിൻ്റെ മീറ്റിങ്ങിന് പോയിട്ട് വന്ന അമ്മയോട് 4 വയസ്സുള്ള മോൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നാടാന്ന് ചോദിച്ചു. അപ്പം ഭയങ്കര സാധനമായിട്ട് എന്നാണ്. അമ്മ മഹിളാ സമാജത്തിൻ്റെ മീറ്റിങ്ങിന് പോയപ്പം അപ്പനുണ്ടല്ലോ, അടുക്കളക്കാരി അമ്മണിയില്ലേ, എൻ്റെ അമ്മയെ അമ്മ പറഞ്ഞു, ഇപ്പം വേണ്ടണ്ട, രാത്രി കഞ്ഞി കുടിക്കാനിരിക്കുമ്പോൾ അപ്പനിരിക്കുമ്പം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. രാത്രി കഞ്ഞി ഇരിക്കുന്ന സമയത്ത് അമ്മ പയ്യഞ്ഞുള്ളി പറഞ്ഞേടാ, അപ്പൻ അമ്മണി അടുക്കളക്കാരി പറ. അപ്പം മോൻ പറഞ്ഞു, എൻ്റെ അമ്മേ അപ്പൻ കാലേ ചവിട്ടി. മിണ്ടല്ലേ അവൻ പറഞ്ഞു, അപ്പൻ ചവിട്ടുന്നു, ഞാൻ എങ്ങനെയാ അമ്മേ പറയുന്നത് ചോദിച്ചു. അമ്മ പറഞ്ഞു, പറയടാ വീണ്ടും ചുള്ളി. അവൻ പറഞ്ഞു, അമ്മ ചുള്ളു, ഞാനിപ്പം പറയും. കുറച്ച് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് അമ്മ പറഞ്ഞു, പറയടാ. അവൻ പറഞ്ഞു, അമ്മ മഹിളാ സമാജത്തിന് മീറ്റിങ്ങിന് പോയപ്പം അപ്പൻ അടുക്കളക്കാരി അമ്മണിയുടെ കൂട്ടത്തിൽ അപ്പൻ ഒന്നുകൂടെ ചുള്ളി. അവൻ പിന്നെ നിർത്തി, പറയടാന്ന്. ഞാനങ്ങ് പറയാൻ പോയി, എൻ്റെ അമ്മ മഹിളാ സമാജത്തിന് മീറ്റിങ്ങിന് പോയപ്പം നമ്മുടെ അപ്പനുണ്ടല്ലോ, അടുക്കളക്കാരി അമ്മണിയുടെ കൂട്ടത്തിൽ ഇന്നാൾ അപ്പൻ ബാംഗ്ലൂരിൽ കച്ചവടത്തിന് പോയപ്പം അമ്മ കറവക്കാരൻ പാപ്പച്ചൻ്റെ കൂടെ എന്തെല്ലാം കാണിച്ചു, അതുപോലെ അപ്പനും കാണിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ലോകം ഇതാണ് നമ്മൾ ജീവിക്കുന്ന ലോകം. അപ്പോൾ ഈ ഒളിക്കലും മറയ്ക്കലുമുള്ള ഒരു ലോകത്തിന് നടുവിൽ അവിടെയാണ് പറയുക, ആരും ഒളിക്കാനും മറയ്ക്കാനുമില്ല, നേരെ വാ നേരെ പോ. അപ്പം വാഴ്ത്തി കൊടുക്കുന്ന ഒരു ജീവിതശൈലി, ഒളിക്കലും മറയ്ക്കലില്ലാത്ത ജീവിതശൈലി. ഇപ്പം ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു പാഠം, ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല, സ്ട്രെയിറ്റ് ഫോർവേഡായ ജീവിതം. ഇതാണ് വാഴ്ത്തി കൊടുക്കുക. ഭർത്താവിന് വേണ്ടി കൊടുത്തു തീർത്ത ശരീരം, ഭാര്യയ്ക്ക് വേണ്ടി കൊടുത്തു തീർത്ത ശരീരം, മക്കൾക്ക് വേണ്ടി വാഴ്ത്തി കൊടുത്ത ശരീരം, അവർക്കെന്നെ ഒളിക്കാനും മറിക്കാനും ഉള്ളത്. ജീവിതം നേരെ വാ നേരെ പോ. ഇപ്പൊ ക്രിസ്തുവിൻ്റെ 1-ാമത്തെ അധികാരം ഗുണമേന്മയുടെ മേൽ, 2 ദൂരത്തിൻ്റെ മേൽ, 3 സമയത്തിൻ്റെ മേൽ, 4 എണ്ണത്തിൻ്റെ മേൽ, 5 ഹിസ് പവർ ഓവർ നാച്ചുറൽ ലോ. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് യേശു. ഒരു രാത്രിയിൽ വള്ളത്തിൻ്റെ അമരത്ത് തലവെച്ച് പത്രോസും കൂട്ടരും കിടന്ന് മയങ്ങുമ്പോൾ പാതിരാത്രിയിൽ വെള്ളത്തിൽ ഓളം വെട്ടുന്ന ഒരു സ്വരം. പത്രോസ് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഓളങ്ങളിൽ ഒതളങ്ങ ഒഴുകി വരുന്നത് പോലെ, കടലാസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ യേശു വെള്ളത്തിന് മുകളിലൂടെ വരുന്നു. യേശുവാണെന്ന് പത്രോസിന് കൂട്ടർക്കും മനസ്സിലായില്ല. പത്രോസ് എന്നാ കണ്ടാലും ഉടനെ വിളിച്ചു പറയുന്നവന് അലറിക്കോട് പറഞ്ഞു, ഭൂതം വരുന്നേ. യേശു പറഞ്ഞു, പത്രോസേ, ഇത് ഭൂതമല്ല, നിന്റെ ഭൂതകാലം കാണാപ്പാടം പഠിച്ച നിന്റെ ഗുരുവും കർത്താവുമാണ് ഞാൻ. നിനക്ക് സംശയമുണ്ടോ? നിന്റെ അമ്മായിയമ്മയുടെ 105 ഡിഗ്രി പനി ഒറ്റയൊപ്പന് പൊക്കി മാറ്റിയ നിന്റെ ഗുരുവും കർത്താവുമാണ് ഞാൻ. 5-ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന കുട്ടികളോട് ചോദ്യം ചോദിച്ചു. അബ്രഹാമിന് മക്കളെ പ്രസവിച്ച 2 പെണ്ണുങ്ങളുടെ പേര്. ഒരുത്തൻ പറഞ്ഞു ഹാഗാർ, സാറായി. ഇസഹാക്കിൻ്റെ അമ്മയായിരുന്നു സാറ. ഇങ്ങനെ ചോദിച്ചു പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പേര്. ഇപ്പം എല്ലാവരും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു, സാർ ഞാൻ പറയാം. പറഞ്ഞു, സാർ, പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പേര് ബൈബിളിൽ ഹീബ്രു ഭാഷയിലാണ് കൊടുത്തിരിക്കുന്നു, നീ പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പേര് കലശലായി എന്നാണ്. കലശലായി കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, പത്രോസിൻ്റെ അമ്മായിയമ്മ കലശലായി പനി പിടിച്ച് കിടക്കുകയാണ്, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിന്റെ അമ്മായിയമ്മയുടെ പനി ഒറ്റ സ്പർശനത്തിന് തൊട്ടു മാറ്റിയ നിന്റെ ഗുരുവും കർത്താവുമാണ് ഞാൻ. അപ്പോൾ ഉടനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ എന്നെ കൂടെ നടത്താവോ? പോരാൻ പറഞ്ഞു. പത്രോസിനെ നടത്തുന്നു. മർക്കോസിന്റെ സുവിശേഷം 14-ലും യോഹന്നാൻ 6:16 മുതലുള്ള വാക്യങ്ങളിലും കാണാം, വെള്ളത്തിന് മുകളിലൂടെ നടന്ന് പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരം സ്ഥാപിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ പഠിപ്പിക്കുകയാണ്, പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരം ഉള്ളവനാണ് യേശു. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യം ഇനി സാധിക്കുകയില്ല എന്ന് കരുതുമ്പം നിരാശപ്പെടരുത്. ദൈവത്തിന് സാധിക്കും, ഈ ഉറപ്പ് വേണം. ഒരുപക്ഷെ എൻ്റെ കുടുംബജീവിതം ഒരുപാട് നാൾ ജീവിച്ചിട്ടും ഓർത്തതുപോലെ പല കാര്യവും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി നീറുമ്പം
ദൈവം പറയുന്നു ഇനിയും സാധ്യതയുണ്ട്. നമ്മൾ നിരാശപ്പെടരുത്, നീറരുത്. ഇനിയും സാധ്യത ദൈവം നമുക്കായിട്ട് തരുന്നു എന്ന ഉറപ്പ്. ഈ സാധ്യത പഠിപ്പിക്കാൻ വേണ്ടിയാ പഴയ നിയമത്തിൽ ദൈവം പറയുന്ന വാക്കില്ലേ, മോശ ചോദിച്ചു നിന്റെ പേരെന്താ? അപ്പോൾ ദൈവം പറഞ്ഞു, മോശേ ഇത് ഞാനാകുന്നു. നമ്മളപ്പോൾ മോശ പറയുകയോ മനസ്സിലാകുന്നില്ല. ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും പരിചയമുള്ള പേര് ദൈവത്തിൻ്റെ പേരാണ്. ഇത് ഞാനാകുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. മനുഷ്യന് ഏറ്റവും പരിചയമുള്ള വാക്ക് ദൈവത്തിൻ്റെ പേരാണ്. മനുഷ്യന് ഏറ്റവും പരിചയമുള്ള പേര് ഇത് ഞാനാകുന്നു. ആരോടാണ് നമ്മൾ പറയുന്നത് ഞാനാകുന്നു? രാത്രി 9 മണിക്ക് ടൗണിൽ പോയിട്ട് വരുന്ന ഭർത്താവ് മുറിയുടെ വാതിൽ വന്ന് ഗോടിയുമ്മേലടിക്കുന്നു. ഭാര്യ ചോദിക്കുന്നു ഇതാരാ? കിട്ടിയവൻ പറയും, എടി സംശയിക്കണം, നിന്റെ ഭർത്താവായ മിസ്റ്റർ മൈലപ്പറമ്പിൽ മത്തായിയാണ് ഞാൻ. പറയേണ്ട കാര്യമില്ല, ഒരു വാക്ക് പറഞ്ഞ എടി ഇത് ഞാനാന്ന് പറഞ്ഞാൽ ഏറ്റവും പരിചയമുള്ള പേര്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടി വന്ന് മണിയടിക്കുന്നു. അമ്മ ചോദിക്കുന്നു ആരാ? പറഞ്ഞു എൻ്റെ അമ്മ 1ാം ക്ലാസ് B പഠിക്കുന്ന അമ്മയുടെ 3ാമത്തെ മോൻ ടോം സക്കറിയായാണ്. പറയേണ്ട കാര്യമില്ല, അമ്മ ഇത് ഞാനാ. അപ്പൊ ദൈവം പറയുകയാണ് മനുഷ്യന് ഏറ്റവും പരിചയമുള്ള പേര് ദൈവത്തിൻ്റെ പേരാണ്, ഏറ്റവും പരിചയമുള്ള പേര്. അതുകൊണ്ടാണ് പിന്നീട് പറയുക, മോശേ ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. എന്താ വാക്കിൻ്റെ അർത്ഥം? വെറുതെ പറഞ്ഞു പോകുന്നതല്ലല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ സകല നിയന്ത്രണമുള്ളവൻ അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ 10 വരെ വാക്യങ്ങൾ. അബ്രഹാമേ നീ എന്നെ അനുസരിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം. ഇസഹാക്കിൻ്റെ ദൈവം പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം. അബ്രഹാമിനും ഇസഹാക്കിൻ്റെ കഴുത്തിനു വരെ ഒരു ശ്വാസത്തിൻ്റെ ദൂരമേ ഉള്ളൂ. അബ്രഹാം ശ്വാസം അമർത്തിവിട്ടാൽ അബ്രഹാമിൻ്റെ കത്തി ഇസഹാക്കിൻ്റെ കഴുത്തിന് വരും. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചപ്പോൾ ദൈവം പറയുന്നു ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാണ്. ഒരു നിമിഷം മതി എല്ലാം അസ്തമിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം. അതാണ് പറയുക, എൻ്റെ ജീവിതത്തിൽ പ്രകൃതി നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ക്യാൻസർ രോഗമാണ്, മരുന്ന് പലതും ചെയ്തു. വൈദ്യശാസ്ത്രപ്രകാരം രോഗിക്ക് കൂടിയാൽ 6 മാസം. അവിടെയാണ് പറയുക നിരാശപ്പെടരുത്, ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം ഭാവി കൂട്ടുകെട്ട് അമ്മ നീറുന്നു, അപ്പൻ ഉരുകുന്നു, ഇനി രക്ഷയില്ല എന്ന് കരുതുന്നു. അവിടെയാണ് പറയുക ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാണ്. എല്ലാ പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം. അതിൻ്റെ യേശയ്യ 59:1 മുതലുള്ള വാക്യങ്ങൾ. രക്ഷിക്കുവാനാകാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ മുടി നനയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. പ്രപഞ്ച നിയമത്തിൻ്റെ മേലെ ഞാൻ യാക്കോബിൻ്റെ ദൈവമാണ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഒരു പച്ച മനുഷ്യൻ്റെ എല്ലാ വേലകളും എല്ലാ കുസൃതരങ്ങളും കാണിച്ച മനുഷ്യൻ. ബൈബിളിൽ നമുക്കറിയാം യാക്കോബിൻ്റെ സ്വഭാവം അത്ര നല്ലതായിട്ടല്ല കാണുക. അപ്പന് എന്തെല്ലാം കളിപ്പിച്ചത്. ചേട്ടനാന്നും പറഞ്ഞ് അപ്പൻ്റെ ആശീർവാദം മേടിച്ചെടുത്ത അനിയൻ. നമുക്കറിയാം ബൈബിളിനോട് വായിക്കുമ്പം ഈ കുടുംബത്തിലെ ഓരോ രീതി. അപ്പന് സാധാരണ സൈക്കോളജി പ്രകാരം അപ്പന് മൂത്തതിനോടാണ് സ്നേഹം, അമ്മയ്ക്ക് ഇളയതിനോടാണ് ഇഷ്ടം. കാരണം അപ്പൻ ആണാണെന്ന് തെളിയിച്ച 1ാമത്തെ അടയാളമാണ് മൂത്തത്. കടലാട്ടി അവസാനം ഇറങ്ങിപ്പോകുന്ന കക്ഷിയാണ് ഇളയത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇളയതിനോട് ഇഷ്ടം, അപ്പന് മൂത്തതിനോടിഷ്ടം. അപ്പം പറഞ്ഞ മോനെ ഏശാവേ ഇനി വന്നേ, എൻ്റെ ഏറ്റവും വലിയ ബലഹീനത നീയും ഒപ്പം ആട്ടിറച്ചി തോരനുമാണ്. നീ ഒന്നാന്തരം ആട്ടിറച്ചി തോരൻ വെച്ച് ഒലത്തി തരാമെങ്കിൽ ഞാനത് തിന്നും. അവസാനത്തെ അരപ്പം പഠിച്ചു നോക്കും, എന്നിട്ട് ഒരേമ്പക്കം വിടും. ആ ഏമ്പക്കത്തിൻ്റെ കൂട്ടത്തിൽ ഒരാശീർവാദവും വിട്ടുതരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ ഇത് ഒളിച്ചു നിന്ന് കേട്ടു. ഇളയ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, യാക്കോബേ യഹൂദ പാരമ്പര്യപ്രകാരം അപ്പൻ ആശീർവാദം മൊത്തം കൊടുത്താൽ പിന്നെ പൊട്ടോ പൊടിയോ പീരയോ ചാറോ ബാക്കി വരികയില്ല. നീ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ ആട്ടിൻകൂട്ടത്തിലെ ഊനമറ്റ മുട്ടാടിനെ ഒന്ന് തൊലി പൊടിച്ച് തുണ്ടമായി മുറിച്ച് കറി പരുവത്തി തരാമെങ്കിൽ അമ്മ ഇന്ന് വരെ വെച്ചതിൽ 1ാം തരം ആട്ടിറച്ചി തോരൻ ഉണ്ടാക്കി തരാം. അവൻ ആടിനെ കൊന്നു കണ്ടിച്ച് കഷ്ണമാക്കി തോരൻ വെക്കാൻ വേണ്ടി അമ്മയുടെ കൊടുത്തു. അമ്മ കൊതിപ്പിക്കുന്ന മണമുള്ള ആട്ടിറച്ചി തോരൻ വെച്ചു. കൂടാരം മൊത്തം ഗന്ധം അലയടിച്ചേർന്നു. എന്നിട്ട് വിളമ്പി കൊടുത്തു. ഇവൻ ആട്ടിറച്ചി തോരനുമായിട്ട് അപ്പൻ്റെ അടുക്കിലേക്ക് പോകുന്നു.
അപ്പോൾ ഇവനൊരു ദൈവമേ, അപ്പനാൾ വില്ലനാണ്, മോശക്കാരനല്ല. കാരണം ഇവൻ്റെയാണ് അപ്പൻ, ഒട്ടും കുറവ് വരാൻ സാധ്യതയില്ല. അപ്പനെങ്ങാനും തപ്പി നോക്കിയാലോ? ഇവനും ജ്യേഷ്ഠനും തമ്മിൽ ഒരു വലിയ വ്യത്യാസം. ഇവൻ്റെ ജ്യേഷ്ഠൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഹരിതനിബിഡ വനം പോലെ, പുൽത്തകിടി പോലെ രോമം നീണ്ടു നിൽക്കുന്നു. ഇവൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ പുത്തനായിട്ട് പണിത പള്ളിയുടെ മൊസൈക്കയുടെ തറ പോലെ പളപളാ തിളങ്ങി നിൽക്കുന്നു. അപ്പൻ തപ്പിയാലോ? അതുകൊണ്ട് അപ്പൻ തപ്പാൻ സാധ്യതയുള്ള സമസ്ത മേഖലകളിലും ആട്ടുതോലും പൊതിഞ്ഞ് ആട്ടിറച്ചിത്തോരനുമായിട്ട് അപ്പൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പൻ ആട്ടിറച്ചി കൂട്ടി പഠിച്ചു നോക്കി എമ്പൊക്കെ നീട്ടി വിട്ടു. പക്ഷെ ആശീർവാദം കൊടുത്തില്ല. ഒരു ചോദ്യം ചോദിച്ചു, നീ ഏശാവ് തന്നെയാണ്? എന്നാ സംശയം? അപ്പം പറഞ്ഞു, വന്ന് തപ്പി നോക്കട്ടെ. തപ്പി നോക്കിയപ്പോൾ മുഴുത്ത രോമം. അപ്പൻ പൂർവ്വപിതാവല്ലേ? ലോകാവസാനം വരെ വരുന്ന അച്ഛന്മാരെ കണ്ടു, ആത്മാരെ കണ്ടു, വചനപ്രഘോഷകരെ കണ്ടു. എല്ലാവർക്കിട്ടും അപ്ലൈ ചെയ്യാവുന്ന ഒരു കമൻ്റ് ഇരുന്ന ഇരിപ്പിൽ ഈ പൂർവ്വപിതാവ് ഇസഹാക്ക് ഓർക്ക വിളിച്ചു പറഞ്ഞ എന്താ? തൊലി ഏശാവിൻ്റെ, സ്വരം യാക്കോബിൻ്റെ എന്ന് പറഞ്ഞാൽ ഷെയ്പ്പ് കത്തനാരുടെ, സ്വഭാവം മുതുപിശാചിൻ്റെ. പള്ളിയിൽ വന്നും പരസ്യവേദിയിലും കണ്ട് ഒരു ഭാര്യ ചിരിക്കുന്ന കണ്ടാൽ തോന്നും ഇവളാണ് ഗബ്രിയേൽ മാലാഹയുടെ ഇളയ പെങ്ങള്. വീട്ടിൽ ചെന്ന് കയറുമ്പോഴാണ് ഇതാണ് ലൂസിഫറിൻ്റെ മൂത്ത പുത്രി. അപ്പൊ ഇത് കുടുംബത്തിൽ സംഭവിക്കാം, ഏത് ജീവിതത്തിലും സംഭവിക്കാം. അവിടെയാണ് പറയുക, ഞാൻ യാക്കോബിന്റെ ദൈവമാണ്. പച്ച മനുഷ്യന്റെ കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും എല്ലാം ഉണ്ടെങ്കിലും ദൈവം അനുഗ്രഹിച്ചു. യാക്കോബിനെ ദൈവം ഇസ്രായേൽ, ദൈവത്തോട് യുദ്ധം ചെയ്ത മനുഷ്യന് പേരുകുത്തി. ഇപ്പോൾ പറയുക, പ്രപഞ്ച നിയമത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. അതാണ് അബ്രഹാമിന് ദൈവം, ഇസഹാക്കിന് ദൈവം, യാക്കോബിന് ദൈവം. ഡോക്ടർമാർ രോഗിയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഏറിയാൽ 6 മാസം, കൂടിയാൽ 1 വർഷം. കൊതിയുള്ള ഭക്ഷണം മുഴുവൻ കൊടുത്തേരെ, ഇഷ്ടമുള്ളവരെ വിളിച്ച് സംസാരിപ്പിച്ചു. ആയുസധികം നീളുമെന്ന് തോന്നുന്നില്ല. കൂടിയാൽ 1 വർഷം. പറഞ്ഞ ഡോക്ടർ മരിച്ചിട്ട് 10ാം വർഷമാണിത്. രോഗി നല്ല കതിനാപ്പറ്റി പോലെ ഇന്നും ഉരുണ്ടുരുണ്ട് നടക്കുന്നു. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോൾ അന്നത്തെ ജലസേചന മന്ത്രി ബേബി ജോൺ 3 പ്രാവശ്യം വീട്ടുകാർ വിളിച്ചു കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി. 3ാം പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഓർത്തു, ഇനി സിമിത്തേരി വെച്ച് കാണാം. കയ്യെ പിടിച്ചപ്പം ഏതാണ്ട് എല്ലേൽ തൊലി മൂടിയ പോലാണ് മാംസം അടന്നു കിടക്കുക. പിന്നെയും 7 വർഷം കഴിഞ്ഞായിരുന്നു ആ മനുഷ്യൻ്റെ മരണം. നമ്മൾ ഓർക്കുന്നിടത്തല്ലല്ലോ. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് ദൈവം. ഇപ്പൊ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇനി സാധിക്കുകയില്ല, എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ ഓർക്കുമ്പോഴും ദൈവം പറയുന്നു, ഒന്നും കഴിഞ്ഞിട്ടില്ല, പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് ഞാൻ. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാകാം, നമ്മുടെ ബന്ധങ്ങളിലാകാം, സഭയിലാകാം, സമൂഹത്തിലാകാം, ഈ ഒരു കൺവിക്ഷൻ നമുക്കുണ്ടാവുക, ഹിസ് പവർ ഓവർ നാച്ചുറൽ ലോ. പ്രപഞ്ച നിയമം ദൈവകരങ്ങളില്ല. ഡോക്ടർക്ക് ബുദ്ധിയും മരുന്നിന് ശക്തിയും കൊടുക്കുന്നവന് എല്ലാം സാധ്യമാണ്. അതല്ലേ ഞാനും 16-12 മരുന്നോ ലേപനൌഷധമോ അല്ല, സുഖപ്പെടുത്തുന്ന എൻ്റെ വചനമാണ് സൗഖ്യം തരിക. മരുന്നോ ലേപന ബുക്ക് ഓഫ് വിസ്ഡം. മരുന്നോ ലേപനൌഷധമോ അല്ല, സുഖപ്പെടുത്തുന്ന എൻ്റെ വചനമാണ് സൗഖ്യം തരിക. അപ്പം അവിടെ പഠിപ്പിക്കുന്നു പ്രപഞ്ച നിയമത്തിന് മേൽ അധികാരമുള്ളവൻ. 6 ഹിസ് പവർ ഓവർ മിസ്ഫോർച്യൂൺ. നിർഭാഗ്യത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 9:1 മുതൽ 38 വരെ വാക്യങ്ങൾ. യോഹന്നാൻ 9:1 മുതൽ 38 വരെ വാക്യങ്ങൾ. നിർഭാഗ്യത്തിൻ്റെ മേൽ, ദൗർഭാഗ്യത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് യേശു. നിർഭാഗ്യത്തിൻ്റെ മേൽ, ദൗർഭാഗ്യത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 9:1 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അന്ധനായ മനുഷ്യനെ കാണിച്ചുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടാണോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടാണോ? അപ്പോൾ യേശു പറഞ്ഞു, ആരുടെയും കുറ്റം കൊണ്ടല്ല, ദൈവമഹത്വം പ്രകടിപ്പിക്കാൻ ഇവൻ അന്ധനായിരിക്കുന്നു. പഴയ നിയമത്തിലെ ഒരു കാഴ്ചപ്പാടിനെ പുതിയ നിയമത്തിൽ ക്രിസ്തു തിരുത്തുകയാണ്. പഴയ നിയമത്തിലെ ഒരു കാഴ്ചപ്പാടിനെ പുതിയ നിയമത്തിൽ ക്രിസ്തു തിരുത്തുകയാണ്. പണ്ടൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, പൂർവികരുടെ പാപങ്ങളുടെ ഫലമാ മനുഷ്യൻ അനുഭവിക്കുന്ന സകല തിന്മകളും സകല തകർച്ചകളും. ഇന്നും അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ ക്രിസ്തു അതിനെ തിരുത്തി. ക്രിസ്തു പറയുന്നു, ഒരു വ്യക്തിയുടെ തകർച്ചയും നൊമ്പരവും ആരുടെയും പാപത്തിൻ്റെ പരിഹാരമായിട്ട് കാണരുത്,
ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇവന് അന്ധനായിരിക്കുന്നു. അപ്പോൾ എന്താ അതിൻ്റെ പറ്റി? നമുക്കറിയാം, ഇന്ന് ഈ അന്ധന്മാരെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അതും അഭിനയിക്കുന്നവരുണ്ട്. കുറവലങ്ങാട് പള്ളി എന്ന് പറയുന്ന പള്ളി, അതിൻ്റെ മുറ്റത്ത് ഒന്നാം മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ആയിരങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പം അന്ധന്മാർ ടർക്കി ടവലും വിരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് പറയും, കണ്ണുള്ള നിങ്ങൾ കണ്ണില്ലാതെ ഞങ്ങൾക്ക് വല്ലതും തന്നിട്ട് പോണേ. ഈശ്വരൻ ഞങ്ങളെ കണ്ണില്ലാതെ സൃഷ്ടിച്ചു, കണ്ണുള്ള നിങ്ങൾ കണ്ണില്ലാതെ ഞങ്ങൾക്ക് വല്ലതും തന്നിട്ട് പോണേ. ഒരു ചേട്ടൻ 5 രൂപയുടെ തുട്ട് അങ്ങ് എറിഞ്ഞു കൊടുത്തു. ആ തുട്ട് ഉരുണ്ടങ്ങ് പോയി. അമ്പൻ ഒറ്റ ഓട്ടം ഓടിപ്പോയി 5 രൂപ തൊട്ട് പെറുകി എടുത്ത് അവൻ ടർക്കി ടവലിലെ കൊണ്ടുപോയിട്ടു. ഇയാൾ പറയടാ, നീ കളിപ്പിക്കാനിരിക്കുകയല്ലേ, പോലീസിനെ ഒളിപ്പിക്കും, നിനക്ക് കാണാമല്ലോ, അതിന് നീ പൈസയുടെ പുറകെ ഓടുക. പറഞ്ഞു, പൊന്നു ചേട്ടാ ചതിക്കരുത്, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത്. ഞാൻ യഥാർത്ഥ അന്ധന് പകരം 3 മണിക്കൂർ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അന്ധനാണ്. ഞാൻ 3 മണിക്കൂർ പകരം ഇരിക്കുക. അയാൾ ചോദിച്ചു, യഥാർത്ഥ അന്ധൻ എന്ത് ചെയ്യും? അവൻ സിനിമ കാണാൻ പോയിരിക്കുകയാണ്, 5:30 ആകുമ്പോൾ തിരിച്ചു വരും. നമുക്കാരെയും വിശ്വസിക്കാൻ മേലാത്ത കാലമാണ്. ഇപ്പം ഇന്ന് അന്ധനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അഭിനയത്തിൻ്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെ തമ്പുരാൻ സൂചിപ്പിക്കുന്നു, ഒരു ദുരന്തം വരുമ്പം, ഒരു ദുരിതം കണ്ടു കഴിയുമ്പം അത് അവസാനമാണെന്ന് കരുതരുത്. ഇതിനപ്പുറത്ത് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. ഇത് നമ്മൾ കരുതുക, വിശ്വസിക്കുക എന്ന് പറയുക. അപ്പം എന്താണ് ദൈവമഹത്വം വെളിപ്പെടുത്താൻ ഇവൻ അന്ധനായിരിക്കുന്നു? അതിൻ്റെ പ്രത്യേക അർത്ഥമുണ്ട്. ദൈവമഹത്വം വെളിപ്പെടുത്താൻ എന്താണ് അന്ധനിലെ ദൈവമഹത്വം? ഉദാഹരണത്തിന്, ഞാനിവിടെ ദൈവമേ 2500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു റേബാൻ കണ്ണട മേടിച്ച് വെക്കാമായിരുന്നു. 2500 രൂപ ഇല്ലാത്തതുകൊണ്ട് ഒരു കണ്ണട മേടിച്ച് വെക്കാൻ പറ്റുന്നില്ലെന്ന് ഓർത്ത് ഞാൻ സ്വയം ഒരുങ്ങുമ്പോഴാണ് 2 കണ്ണുമില്ലാത്ത ഒരന്ധൻ വരുന്നു. കണ്ണില്ലാത്ത അന്ധനെ കാണുമ്പോൾ കണ്ണുള്ള ഞാൻ ദൈവമഹത്വം കാണണം. കണ്ണില്ലാത്തവനിലല്ല, അവൻ്റെ മുമ്പിൽ എനിക്ക് തന്നിരിക്കുന്ന ദൈവമഹത്വം. ഒരു ജോഡി ഷൂസ് മേടിക്കാൻ കാശില്ലോന്ന് കരയുമ്പോഴാ 2 കാലുമില്ലാത്ത ഒരുത്തൻ ഒരു കോലൻ ഞാൻ വരുന്നു. കാലില്ലാത്തവനെ കാണുമ്പോൾ കാലുള്ള ഞാൻ ദൈവമഹത്വം കാണണം. കാലില്ലാത്തവന് പകരം കരയാൻ നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. കണ്ണില്ലാത്തവന് പകരം കരയാൻ നമ്മളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ ഓർക്കണം, കണ്ണുള്ള ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്താലാ ദൈവം തന്ന ജീവിതം. 2 കണ്ണും തന്നിട്ടുണ്ടല്ലോ, ഈ കണ്ണുള്ള ഞാൻ എന്തെങ്കിലും നന്മ ലോകത്തിന് ചെയ്യണം. കിട്ടിയ കാഴ്ചയിലെ ദൈവമഹത്വം ഞാൻ കാണണം. കാലുള്ള ഞാൻ എന്തെങ്കിലും നന്മ ചെയ്യണം. ആ കാലുപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തണം. അപ്പോൾ കാലില്ലാത്തവന് മുമ്പിൽ കാലുള്ളവൻ ദൈവമഹത്വം കാണണം. കണ്ണില്ലാത്തവന് മുമ്പിൽ കണ്ണുള്ളവൻ ദൈവമഹത്വം കാണണം. ദൈവം എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു മഹത്വം. പലപ്പോഴും നമ്മളെപ്പോഴും നിരാശപ്പെടുന്നതിൻ്റെ കാരണം നമ്മളാണ് ലോകത്തെ ഏറ്റവും കുറഞ്ഞ ആൾക്കാർ. ഒന്നോർത്ത് നോക്കിയപ്പം അമേരിക്കയിലാണ് എന്നതിനാൽ തന്നെ നിങ്ങളെക്കാൾ കോടാനുകോടികൾ ലോകത്തുണ്ടെന്ന് ഉറപ്പ്. എങ്കിലും നമ്മൾ ഇവിടെയും പറയും, ദൈവമേ എനിക്ക് ആ കുറവുണ്ട്, ഈ കുറവുണ്ട്. അത് മനുഷ്യൻ്റെ രീതിയാണ്, എന്നാ കിട്ടിയാലും ഒരു കൊച്ചു പരാതി പറയാന്നുള്ളത്. പക്ഷെ നമ്മളെക്കാൾ കുറഞ്ഞ എത്രയോ പേരുണ്ട് ഈ ലോകത്ത്, എത്രയോ പേരുണ്ട്. നമുക്ക് തോന്നും കുറച്ചുകൂടെ കിട്ടണം. തമ്പുരാന്റെ മനസ്സെന്താ? ഇത് മതി. ദൈവത്തിൻ്റെ മനസ്സ് ഇത് മതി, ഇത് മതി. അതിലെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, എനിക്ക് ഈ പശുക്കൂട് മതി, എനിക്ക് ഈ ഗോമൂത്രം മതി, എനിക്ക് ഈ ചാണകം മതി, എനിക്ക് ഈ വൈക്കോല് മതി, എനിക്ക് ഈ പുല്ല് മതി. ഇതാണ് ദൈവത്തിൻ്റെ തീരുമാനം. നമുക്കാണ് പോരാ പോരാ, എത്ര കിട്ടിയാലും പോരാ പോരാ, അതൃപ്തി നമുക്കുള്ളതാണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ട് ഈ അതൃപ്തി. എന്തോ ഇതിനെക്കുറിച്ചും ഒരു കമൻറ്റ് പറയുന്ന രീതി നമ്മുടെ മാത്രം രീതിയല്ലേ. എത്ര കിട്ടിയാലും പോരാ പോരാ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ സാരി എടുക്കാൻ ചെന്നു 3 മണിക്കൂർ തപ്പിയിട്ട് ഇഷ്ടപ്പെട്ട സാരിയില്ല. കിട്ടിയപ്പോൾ എന്നെ അടി, മണിക്കൂർ 3 ആയാലും മിണ്ടാതിരി മനുഷ്യ, ഞാൻ ഒന്നുകൂടെ തപ്പട്ടെ. എന്നതാടി തപ്പുന്നത്? നല്ല ചുമന്ന പച്ചസാരി ഉണ്ടോ ഞാൻ തപ്പുക, ഇത് കിട്ടിയാലേ പോകത്തുള്ളൂ. ഈ അതൃപ്തി നമ്മുടെ സ്വഭാവമാണ്. അതൃപ്തി ആണുങ്ങൾക്കും സ്ത്രീകൾക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉണ്ട്. ആണുങ്ങളാണേലും ഉണ്ട്. എന്തിനും ഏതിനും കുറ്റം പറയുക, ഏത് ഭക്ഷണത്തിനും കുറ്റം പറയുക, എന്തൊരുക്കി വെച്ചാലും കുറ്റം പറയുക. ചെരുപ്പ് കടയിൽ ചെന്നു, ഭാര്യയും ഭർത്താവും കൂടി. അവിടെ ചെരുപ്പ് തപ്പുക. കച്ചവടക്കാരനെല്ലാം കാണിച്ചു കൊടുത്തു. പാരകൾ, പാളകൾ, ലെതർ, ടയർ, റബ്ബർ, ലൂണാർ, ഇവ ഹവായി, ഇതെല്ലാം കാണിച്ചിട്ടും അവൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പില്ല. അവൾ പിന്നെ സെയിൽസ്മാനോട് ചോദിക്കുക, വേറെ വല്ല നല്ല ജോഡി ചെരുപ്പുണ്ട്.
അമ്മ പെങ്ങളെ കാണിക്കാമെന്നൊക്കെ കാണിച്ചു. ഇനി 2 എണ്ണേ ഉള്ളൂ, മേടിക്കുമെന്ന് തോന്നുന്നില്ല, എൻ്റെ കാലം കിടക്കുന്നതാണ്, ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു. ഇതാണ് അതൃപ്തിയുടെ ലോകം, തൃപ്തിയില്ലാത്ത ലോകമെന്ന് പറയുക. അപ്പോൾ അവിടെയാണ് പറയുക, നമ്മളെക്കാൾ കുറഞ്ഞവരുണ്ട്, ഇത് മതിയെന്ന് പറയാൻ പഠിക്കണം. നമുക്ക് പറയാൻ പഠിക്കണം, എനിക്ക് ഇത്രയും മതി, ഈ ഭക്ഷണം മതി, ഇതില്ലാത്ത എത്രയോ പേരുണ്ട്, ഈ വീട് മതി, ഇത്രയും ഒഴിവില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എനിക്കിത്രയും മതി, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന ഒരു മനോഭാവത്തെ നമ്മൾ വളർത്തിയെടുക്കുക. എന്നോട് ആൾക്കാർ പറഞ്ഞ, അച്ഛൻ പോയി കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സിനിമ കാണണം. ഞാൻ ചെയ്ത സിനിമയാണ്, എൻ്റെ അച്ഛ കണ്ണുനീരിൽ കുതിരുന്ന പടം ആകാശദൂത്, അത് പോയി കാണണം. എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം. അപ്പം ആകാശദൂത് കാണാൻ വേണ്ടി വലിയ ആഗ്രഹം. 2 ഭാര്യമാർ ഒരുമിച്ച് കൂടി ആകാശദൂതിനെ കുറിച്ച് പറഞ്ഞു. ഒരു സ്ത്രീ പറഞ്ഞു കൂട്ടുകാരിയോട്, എൻ്റെ കെട്ടിയവൻ എന്തൊരു ലോലഹൃദയൻ, ആകാശദൂത് കണ്ടിട്ട് ഒരു ടർക്കി ടവൽ നനയുന്നിടത്തോടും കണ്ണുനീര്, ഇത്രയും ലോലഹൃദയം. അപ്പം മറ്റേ കൂട്ടുകാരി പറഞ്ഞു, അതാണോ ലോലഹൃദയം? എൻ്റെ കെട്ടിയവനെ ലോലഹൃദയമല്ലേ ഹൃദയം. അതെന്നാടി, നിൻ്റെ കെട്ടിയവൻ കണ്ടേച്ച് അത്രയും വലിയ കരച്ചില്. എൻ്റെ കെട്ടിയവനോട് അതൊന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, എന്തോ ഒരു കരച്ചിലായിരുന്നു ഞങ്ങളുടെ പെരയ്ക്കകത്ത് നടക്കുക. അപ്പം ഞാൻ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് കയറി. അതിനകത്തിരുന്ന് ഇങ്ങനെ പടം കണ്ടു തുടങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തറ ടിക്കറ്റിലിരുന്ന് പടം ഇങ്ങനെ കാണുമ്പം തൊട്ട് മുമ്പിൽ നിന്നും ഒരനക്കം നോക്കുമ്പം 10-25 പേര് തറ മാന്തിയിട്ടിരിക്കുന്നു. കുഴി ടിക്കറ്റ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പടം കാണുക. ഏറ്റവും താഴ്ന്നത് തറ ടിക്കറ്റാണെന്ന് കരുതുമ്പം അതിനേക്കാൾ താഴ്ന്ന കുഴി ടിക്കറ്റിൻ്റെ ലോകമാണ് നമ്മുടെ ലോകം. നിങ്ങളുടെ നാട്ടിൽ അവധിക്ക് വരുമ്പോൾ ഓർക്കുക, നിങ്ങളെക്കാൾ താഴ്ന്ന എത്ര അയൽവാസികൾ, നമ്മളെക്കാൾ താഴ്ന്ന എത്രയോ മനുഷ്യർ. അവിടെയാണ് പറയുക, എന്ത് നിർഭാഗ്യങ്ങളും നൊമ്പരങ്ങളും ദൈവം തരുമ്പോൾ ഓർക്കുക, ദൈവത്തിന് അധികാരമുണ്ട്, ദൈവം അറിയുന്നുണ്ട്, ദൈവം അനുവദിച്ചതാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ടാവുക. ചെറിയ ചെറിയ പോരായ്മകളും കുറവുകളും വരുമ്പം അസ്വസ്ഥരാകരുത്. എൻ്റെ നിർഭാഗ്യത്തിൻ്റെ മേൽ, എൻ്റെ തകർച്ചകളുടെ മേൽ, എൻ്റെ നൊമ്പരങ്ങളുടെ മേൽ ദൈവത്തിന് സമസ്ത അധികാരമുണ്ട്. ആ ചിന്ത മനസ്സിൽ കൊണ്ടുവരിക. യേശുവിൻ്റെ 7ാമത്തെ അധികാരം നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ഹിസ് പവർ ഓവർ ലൈഫ് ആൻഡ് ഡെത്ത്. ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവൻ യേശു. ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവൻ യേശു. കർത്താവായ യേശുവിൻ്റെ അധികാരത്തെ കാണും. ജീവന്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ളവൻ. സ്ഥലം ബേഥനിയ. ബേഥനിയായി ലാസറിന്റെ ശവകുടീരമാണ്. ആ ലാസർ മരിച്ചിട്ട് 4 നാളായി എന്നാണ് പറയുക. കാരണം യഹൂദന്റെ കണക്കും പ്രകാരം മരിച്ച മനുഷ്യന്റെ ആത്മാവ് 3-ാം ദിവസം വരെ തിരിച്ചു വരാം. ആ സാധ്യത അസ്തമിച്ച 4-ാം ദിവസം. മെഡിക്കൽ സയൻസിൽ അസ്ഥിയിൽ നിന്നും മാംസം അഴുകി വേർപെടുന്നത് 4-ാം ദിവസമാണ്. അപ്പം ജീവന്റെ സമസ്ത സാധ്യതകളും അസ്തമിച്ച 4-ാം ദിവസം ബെഥനിയായിൽ യേശു കടന്നു വരികയാണ്. അപ്പം ബേഥനിയായിൽ യേശു കടന്നു വന്നിട്ട് ലാസറിൻ്റെ ശവകുടീരത്തിങ്കൽ നിന്നുകൊണ്ട് യേശു ജീവന്റെ മേൽ അധികാരം കൊടുക്കുകയാണ്. ലാസറിന് വീണ്ടും പുതുജീവൻ കൊടുത്തുകൊണ്ട് ക്രിസ്തു പഠിപ്പിക്കുന്നു, ജീവനും മരണവും എൻ്റെ കൈകളിലാണ്, എൻ്റെ നിയന്ത്രണത്തിലാണ്. അതാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 55-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ആധിപത്യത്തെ ക്രിസ്തു എന്നേക്കുമായി തോൽപ്പിച്ചു. അപ്പം ഈ അധികാരങ്ങൾ 7ഉള്ളവനാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. അപ്പം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ സമസ്ത അധികാരവുമുള്ള ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഓർക്കുക, കുടുംബജീവിതത്തിൽ 3 അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്ക് 3 അനുഗ്രഹങ്ങൾ ആവശ്യമുണ്ട്. ക്രിസ്തുവിനെ നടുവിൽ നിർത്തുമ്പോൾ ഈ 3 അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ഏതെല്ലാമാണ് മനുഷ്യന് അടിസ്ഥാന ആവശ്യമായ 3 അനുഗ്രഹങ്ങൾ? 1 ദൈവാനുഗ്രഹം, 2 മാതാപിതാക്കളുടെ അനുഗ്രഹം, 3 ജീവിത പങ്കാളിയുടെ അനുഗ്രഹം. 3 അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. വീര്യമുള്ള വീഞ്ഞു പോലെ എന്നും കുടുംബജീവിതം തുടരണമെങ്കിൽ 3 അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ ആവശ്യമാണ്. 1 ദൈവത്തിൻ്റെ അനുഗ്രഹം,
ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്, ദൈവാനുഗ്രഹം നമുക്ക് കൈ ലഭിക്കുന്നത് എൻ്റെ സഭയുമായുള്ള ബന്ധം, എൻ്റെ വിശുദ്ധ കുർബാനയുടെ ജീവിതം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ ബൈബിൾ വായന, ഇതിനോട് വിശ്വസ്തത പാലിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. ദൈവാനുഗ്രഹം. 2, ജീവിത പങ്കാളിയുടെ അനുഗ്രഹം. ജീവിത പങ്കാളി അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം വരെ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാം. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം 2 പേരോട് ഒരുമിച്ചാണ്. വിവാഹത്തിൻ്റെ അന്ന് വരെ ഒരു പുരുഷൻ്റെ ഓട്ടം 2 കാലയിലാണ്, ഒരു ഭാര്യയുടെ ഓട്ടം 2 കാലയിലാണ്. പക്ഷെ കല്യാണം കഴിയുമ്പം നടുക്കത്തെ കാല് കൂട്ടിക്കെട്ടും. ഓരോ കാലം ഫ്രീ, മറ്റേ കാലം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഭർത്താവ് എന്ത് ചെയ്താലും അത് വിജയിക്കണോ, ഭാര്യയുടെ ബ്ലെസ്സിങ് വേണം. ഭാര്യ എന്ത് ചെയ്താലും വിജയിക്കണോ, ഭർത്താവിൻ്റെ ഒരു അനുഗ്രഹം വേണം. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ പിന്നെ അനുഗ്രഹമില്ല. കാരണം ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 ആണ്. ഇനിമേൽ 2 അല്ല 1 ആണ്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം കൊച്ചു കൊച്ചു ബഹളങ്ങളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങളും മറ്റുമൊക്കെ 2 പേരും ഒരുമിച്ച് പഠിച്ചു. ഒരാൾ അച്ഛനായി, മറ്റേയാൾ മനഃശാസ്ത്രജ്ഞനായി. ഈ മനഃശാസ്ത്രജ്ഞൻ പ്രാന്തമുള്ളവരെ ചികിത്സിക്കുന്ന ഒരു വലിയ ക്ലിനിക്കിൽ ജോലിയാണ്. 200ഓളം പ്രാന്തന്മാരും പ്രാന്തികളുള്ള സ്ഥലം. അച്ഛനെ വിളിച്ചെന്ന് കാണാൻ വേണ്ടി അച്ഛൻ അവിടെ ചെന്നു. കയറി ചെന്നപ്പോൾ 1ാമത്തെ മുറിയിൽ ഒരുത്തൻ നെഞ്ചതടിച്ച് കാറിക്കൊണ്ടിരിക്കുന്നു. ലില്ലി 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 ലില്ലി. അച്ഛൻ ചോദിച്ചത് എന്നാ പറ്റി? അപ്പം പറഞ്ഞു, ഇവൻ ലില്ലി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പ്രേമിച്ചു. പക്ഷേ കല്യാണം നടന്നില്ല. പ്രേമനൈരാശ്യം കൊണ്ട് വട്ടുപിടിച്ചതാണ്. എപ്പോഴും കാണുന്നു ലില്ലി ലില്ലി ലില്ലി. 2 മണിക്കൂർ നടന്ന അവസാനത്തെ പകുതിയൊന്നും ഒരുത്തൻ തല ഭിത്തിക്കിട്ട് അടിച്ചുകൊണ്ട് കാറുന്നു ലില്ലി ലില്ലി ലില്ലി. അച്ഛൻ ഇതന്നെ പറഞ്ഞു, അത് അവളെ കെട്ടിയവൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രശ്നങ്ങൾ. അപ്പം എന്തെല്ലാം അസ്വസ്ഥ ഉണ്ടെന്ന് വരികയും എന്തരയോ താല്പര്യങ്ങളോട് ജീവിച്ചാലാ കുടുംബജീവിതം വിജയിക്കാന്ന് പറയുക. അവിടെയാണ് പറയുക, ഭർത്താവിൻ്റെ അനുഗ്രഹം ഭാര്യയ്ക്ക് വേണം, ഭാര്യയുടെ അനുഗ്രഹം ഭർത്താവിന് വേണം. ആ ഒരു ജീവിതം ചിലപ്പോൾ നമുക്കറിയാം കൊച്ചു പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ. ഒരു സ്ത്രീയോട് ചോദിച്ചു, മോളെ നിന്റെ പഠിത്തം എന്താ? ഞാൻ 6 കെട്ടിയവനെ പിയ്യും, വെറും കാലം ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ആ ടൈപ്പ് കെട്ടിയവനെ കിട്ടിയെന്നിരിക്കും, ഈ ടൈപ്പ് സ്ത്രീയെ കിട്ടിയെന്നിരിക്കും. പക്ഷേ 3 കാലിലോടണം, ഓരോ കാലം ഫ്രീ, നടുക്കത്തെ കാലം അഡ്ജസ്റ്റ് ചെയ്ത്. അവിടെയാണ് പറയുക പാർട്ട്ണറുടെ ബ്ലെസ്സിങ് വേണം. അപ്പോൾ 1 ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്, 2 ജീവിത പങ്കാളിയുടെ ബ്ലെസ്സിങ്, 3 പേരൻസിൻ്റെ ബ്ലെസ്സിങ് വേണം. മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. സമീപത്താണെങ്കിലും വിദൂരത്താണെങ്കിലും, ചാരത്താണെങ്കിലും ദൂരത്താണെങ്കിലും ജീവിത പങ്കാളിയുടെ അനുഗ്രഹം പോലെ മാതാപിതാക്കളുടെ അനുഗ്രഹം. ഒരിക്കലും മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ നന്മയെ ജീവിക്കുന്ന, അവരുടെ അനുഗ്രഹം മേടിക്കുന്ന മക്കളായിട്ട് ജീവിക്കണം. പ്രായമായ മാതാപിതാക്കളുണ്ടോ, അവരെയും സന്തോഷിക്കുന്ന ജീവിതം. അവിടെയാണ് നമ്മുടെ കുടുംബജീവിതമൊക്കെ അനുഗ്രഹമായിട്ട് മാറുക. വീര്യമുള്ള വീഞ്ഞു പോലാവുക. അപ്പം അവിടെ പ്രാർത്ഥിച്ച് കൗതാശീവിതത്തിലൊക്കെ വേരുവാകി അടിയുറച്ച ജീവിതത്തിൻ്റെ ദർശനങ്ങളോടുകൂടി ജീവിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളെ ദൈവം ഒരുക്കുന്നു, ദൈവം കരിപ്പിടിപ്പിക്കുന്നു. അപ്പം ഇവിടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ചിന്ത, ഒരു മണിക്കൂർ സമയം നമ്മൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പം എൻ്റെ ജീവിതം ഇന്ന് ഏത് സ്റ്റേജിലാണ്? 2 വിധത്തിൽ നമ്മുടെ വീടിനെ പണിയാം. 2 വിധത്തിൽ. ക്രിസ്തു ഉള്ള വീട്, ക്രിസ്തു ഇല്ലാത്ത വീട്. അതിന് 2 മോഡലുകൾ ബൈബിളിൽ വെച്ചിട്ടുണ്ട്. 1, വീടിനെ ബാബേൽ ഗോപുരം പോലെ പണിയാം. 2, സിയോൻ മാളിക പോലെ പണിയാം. ക്രിസ്തുവില്ലാത്ത വീടെങ്കിൽ അത് ബാബേൽ ഗോപുരമാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നു ഒരു ജനത, ഇഷ്ടംപോലെ പണമുണ്ട്, ആകാശം മുടി ഉയരുന്ന ഒരു ബാബേൽ ഗോപുരം അവർ പണിത്. ബാബേൽ ഒരു വലിയ ഗോപുരം പണിതു. പക്ഷെ എന്ത് സംഭവിച്ചു? ഭാഷ ചെതറിപ്പോയി. സിമെൻറ്റ് കൊണ്ടുവരാൻ പറയുമ്പം കല്ല് കൊണ്ടുവരാൻ പറയുമ്പം കട്ട കൊണ്ടുവരാൻ പറയുമ്പം കമ്പി കൊണ്ടുവരാൻ പറയുമ്പം മണൽ കൊണ്ടുവരാൻ പറയുമ്പം മണ്ണാങ്കട്ട. ഭാഷ ചെതറിപ്പോയി. ഒരുപക്ഷെ ഹ്യൂസ്റ്റണിൽ വന്ന് ഒത്തിരി അരഞ്ഞ് കഷ്ടപ്പെട്ട് 1-ാം തരം വീട് ഇവിടെയുണ്ട്. നാട്ടിലും ഒരു മുഴുത്ത കെട്ടിടമുണ്ട്. പക്ഷേ കെട്ടിടം വലുതാണ്. എഴുതി വെക്കേണ്ടി വരുമോ ബാബേൽ ഗോപുരം? കാരണം ഭാഷ ചെതറിപ്പോയി. കെട്ടിയവൻ എന്നാ പറഞ്ഞാലും തർക്കുത്തരം പറയുന്ന ഭാര്യ എന്നാ പറഞ്ഞാലും സ്വീകരിക്കാത്ത കെട്ടിയവൻ.
മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും അനുസരിക്കാത്ത മക്കൾ, മക്കൾ എന്തു പറഞ്ഞാലും ഉൾക്കൊള്ളാത്ത മാതാപിതാക്കൾ, പ്രായമായ മാതാപിതാക്കൾക്ക് ഒരു ശ്രദ്ധയും കൊടുക്കാത്ത മക്കൾ, ആ വീട് ബാബേൽ ഗോപുരമാണ്. ഭാഷ ചതുരിപ്പോയ ബാബേൽ ഗോപുരം. കെട്ടിവന്ന മകൾക്ക് ഭർത്താവിൻ്റെ അമ്മയുടെ വാക്ക് ഇഷ്ടമില്ല, ഭർത്താവിൻ്റെ അമ്മയ്ക്ക് മരുമകളുടെ വാക്ക് ഇഷ്ടമില്ല എങ്കിൽ വീട് ബാബേൽ ഗോപുരം. 2. സിയോൻ മാളിക. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം. പല ഭാഷക്കാരും പല ദേശക്കാരും ഒരുമിച്ച് കൂടി, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. പല ഭാഷക്കാരും പല ദേശക്കാരും ഒരുമിച്ച് കൂടി, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. തിരുവനന്തപുരംകാരി മരുമകളുടെ ഭാഷ റാന്നിയിലെ അമ്മായിയമ്മയ്ക്ക് മനസ്സിലായി. കൊട്ടാരക്കരക്കാരൻ മരുമകൻ്റെ ഭാഷ പത്തനംതിട്ടയിലെ അമ്മായിയപ്പന് മനസ്സിലായി. പല ഭാഷ പല ഭാഷ. കുഞ്ഞുങ്ങൾ പറയുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലായി, മാതാപിതാക്കൾ പറയുന്ന മക്കൾക്ക് മനസ്സിലായി. ആ വീട് സിയോൻ മാളികയാണ്. എങ്കിൽ ബാബേൽ ഗോപുരമായ കുടുംബങ്ങളെ സിയോൻ മാളികയാക്കി മാറ്റണോ? ക്രിസ്തു വേണം. ക്രിസ്തുവില്ലേ ഭാഷ ചെതറിപ്പോവും. ക്രിസ്തു കൊണ്ടോ ഭാഷ മനസ്സിലാകും, സ്നേഹമുണ്ട്, രമ്യതയുണ്ട്, അനുഗ്രഹമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറുവാൻ 2013 ഈ നോമ്പ് കാലത്തിലെ നമ്മുടെ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമായി, അരൂപി നിറഞ്ഞ ഒരു കുടുംബമായി, ബാബേൽ ഗോപുരമാകാതെ സിയോൻ മാളികയാകാൻ ഇടയാകട്ടെ. അവിടെ 2 അനുഭവങ്ങൾ പരസ്പരം കൊടുത്തുകൊണ്ടിരിക്കുക. വീടിനെ ദൈവം വിളിക്കുന്നു എന്നും കാനാൻ ദേശമായിരിക്കണം. വീട് ഒരു കാനാൻ ദേശമാകണം, കുടുംബം ഒരു കാനാൻ ദേശമാകണം. കാനാൻ ദേശത്ത് 2 അനുഭവങ്ങളാണ്, പാലും തേനും. കാനാൻ ദേശമാകണോ? പാലും തേനും. അമേരിക്കയിലും മറ്റും വന്ന് ജോലി ചെയ്ത് നിങ്ങൾക്ക് 1-ാമത്തെ അനുഭവം ധാരാളമാണ്, പാലനുഭവം. പാലെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വീട്, ആരോഗ്യത്തിന് മരുന്ന്, കഴിക്കാൻ ഭക്ഷണം, ഉടുക്കാൻ തുണി, ജീവിതത്തെ സുഖമാക്കുന്ന എല്ലാം കൂടി ചേരുന്നതാണ് പാല്. അത് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. മരുന്നുണ്ട്, ഭക്ഷണമുണ്ട്, വീടുണ്ട്, സകല ഭാഗ്യമായ സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ 2-ാമത്തേത് ഉണ്ടോ എന്ന് ചിന്തിക്കുക. അതാണ് തേൻ അനുഭവങ്ങൾ. പാൽ അനുഭവങ്ങളും തേൻ അനുഭവങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു തേൻ അനുഭവം ഉണ്ടാകണം. തേൻ എന്ന് പറഞ്ഞാൽ കരുതലാണ്. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞാൽ എന്നാ പറ്റിയ മോളെ, നിനക്ക് എന്നാ സംഭവിച്ചു? അടുത്ത് ചെന്നിരിക്കുന്ന തേൻ അനുഭവം. ഭർത്താവിന് വേദന വന്നാൽ എന്നാ പറ്റിയ മനുഷ്യ, മുഖത്തിലൊരു വാട്ടം. പരസ്പര ആശ്വസിപ്പിക്കൽ, പരസ്പര കരുതലുകൾ, നൊമ്പരങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരു ജീവിതാനുഭവം, അതിന് വിളിക്കുന്നത് തേൻ അനുഭവം. അപ്പം പാലും തേൻ, സെക്യുലർ സെക്യൂരിറ്റി ആൻഡ് സൈക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ, ഇത് 2ഉം കൂടെ കൂടുമ്പോഴാണ് വീട് കാനാദേശമായിട്ട് മാറുക. ഒരു തിരുമേനി സ്വന്തം രൂപതയിലെ 10,000 കുടുംബങ്ങളിലേക്ക് ഒരു സർക്കുലർ അയച്ചു. കല്യാണം കഴിഞ്ഞ് 25 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് പിണങ്ങാത്ത ഭാര്യാഭർത്താക്കന്മാരുണ്ട്. തപ്പി ചെന്നപ്പം 2 കുഞ്ഞ് തെറിയേലും പിടിക്കാത്ത ഭാര്യാഭർത്താക്കന്മാരില്ല. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഒരു വീട്ടിൽ കല്യാണം കഴിഞ്ഞ് 27 വർഷമായിട്ടും പിണങ്ങാത്ത ഭാര്യാഭർത്താക്കന്മാർ. തിരുമേനി അവർക്ക് 5,000 രൂപയും പ്രശംസാപത്രവും സമ്മാനം കൊടുക്കാൻ കൽപ്പനയുണ്ട്. രൂപതയുടെ വലിയ അസംബ്ലിയിൽ 2,000 പേർ ഒരുമിച്ച് കൂടിയപ്പം മാതൃകാഭർത്താവിനെയും ഭാര്യയും സ്റ്റേജിൽ എഴുതിയിട്ട് തിരുമേനി പറഞ്ഞു, 27 വർഷം പിണങ്ങാതെ വഴക്കടിക്കാതെ ജീവിച്ച മാതൃകാ ദമ്പതിമാരാണ്. ഇവർക്ക് 5,000 രൂപ സർട്ടിഫിക്കറ്റും സമ്മാനം. അതിനുപരി എനിക്കൊരാഗ്രഹമുണ്ട്, കഴിഞ്ഞ 27 വർഷങ്ങളിൽ പിണങ്ങാതെ വഴക്കടിക്കാതെ ജീവിക്കാൻ എങ്ങനെ കഴിഞ്ഞെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവും. ഇയാൾ എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആദ്യ രാത്രിയിൽ ഇവിടെ ഞാനും കൂടെ തട്ടിമുട്ടി ഒട്ടിയുരുമി കട്ടിലിൽ ഇരുന്നപ്പോൾ എടുത്ത പ്രതിജ്ഞയാണ് 27 വർഷം പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി തന്നത്. ഞാൻ ഇവളോട് പറഞ്ഞെടി, എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും പുളിച്ചതറി വിളിക്കാൻ തോന്നുകയും അടിവേര് നോക്കി ഒരു ചവിട്ട് തരാൻ തോന്നുകയും ചെയ്താൽ ഞാൻ വാതിൽ തുറന്ന് വരാന്തയിൽ ഇറങ്ങി നിൽക്കും. നീ ഭദ്രമായിട്ട് സാക്ഷായിട്ട് മുറിക്ക് പൂട്ടിയേക്കണം. എപ്പോൾ കൺട്രോൾ വീട് കിട്ടുമോ ഡോറെ തട്ടും വാതിലെ മുട്ടും, അപ്പം നീ തുറക്കണം. കഴിഞ്ഞ 27 വർഷങ്ങളിൽ തെറി വിളിക്കാനും ചവിട്ടാനും തൊഴിക്കാനും തോന്നിയപ്പം ഞാൻ വരാന്തയിൽ ഇറങ്ങി നിന്നും അവൾ മുറി പൂട്ടിയിട്ടു. എപ്പോൾ കൺട്രോൾ വീട് കിട്ടിയോ ഞാൻ ഡോറയെ മുട്ടി. ഇപ്പം എന്തിനു വേണ്ടിയാണ് 5,000 രൂപയും പ്രശംസാപത്രവും മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ,
കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ വീടിൻ്റെ വരാന്ത തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ അവാർഡാണ് ഈ 5000 രൂപയും പ്രശംസാപത്രവും. ദൈവം ഒരുക്കി തന്ന ഒരു കുടുംബം, ആ കുടുംബത്തെ സ്വർഗമാക്കാൻ നമുക്ക് കഴിയട്ടെ. ഭാര്യയെ മനസ്സിലാക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഭാര്യ, ഒരിക്കലും വരാന്ത നിൽക്കാൻ ഇടയാകാത്ത ഒരു കുടുംബം, അത് പരസ്പരം കൊടുക്കുവാൻ മത്സരിക്കുക, അങ്ങനെ വളർത്തുക, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ കുടുംബത്തെ സ്വർഗമാക്കുക. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. ധ്യാനപൂർവ്വം ഈ ചിന്തകളുമായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. നന്ദി. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ.